ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള ഉസ്താദുമാരെ, ഹാജർ പട്ടിക എങ്ങനെ ശരിയാക്കുക എന്നുള്ളത് ഒരുപാട് ആളുകൾ ഇങ്ങനെ പേഴ്സണലായിട്ട് ബന്ധപ്പെടലുണ്ട്. പുതുതായിട്ടൊക്കെ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ഇത് നമ്മൾ 1-ാം ക്ലാസ്സിലെ പട്ടികയാണ്. സ്റ്റാഗ്നേഷനാണ് ഇത്. പട്ടികേൻ്റെ ഫസ്റ്റ് പേജിൽ കാണുന്ന സ്റ്റാഗ്നേഷൻ. ഏറ്റവും മുകളിൽ കാണുന്ന ഇസ്മുൽ മദ്രസൻ്റെ പേര്, പിന്നെ മദ്രസൻ്റെ നമ്പർ, പിന്നെ അതിൻ്റെ സ്ഥലം എവിടെ വെച്ചാൽ സ്ഥലം പേര്, ക്ലാസ് ഏതാ വെച്ചെങ്കിൽ അത് ഇവിടെ എഴുതുക. ഡിവിഷൻ ഉണ്ടെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സന അത് 2026, വർഷം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്, 2026. അത് കഴിഞ്ഞാൽ കുട്ടികളുടെ ക്രമപ്രകാരമുള്ള നമ്പർ 1, 2, 3, 4, 5, 6 തർത്തീബായിട്ടുള്ള നമ്പർ ഇവിടെ എഴുതുക. അതിൻ്റെ ശേഷം കുട്ടികളുടെ അഡ്മിഷൻ നമ്പർ ഇവിടെ എഴുതുക. തോറ്റ കുട്ടികളെക്കാരം ഏറ്റവും മുകളിൽ വരിക. അതിൻ്റെ നേരെ താഴെ ഇതുപോലെ നമ്പർ, അഡ്മിഷൻ നമ്പർ എഴുതുക. പിന്നെ കുട്ടികൾക്ക് കിട്ടുന്ന UID ഉണ്ടാവും. ആ UID ഇവിടെ ഇതുപോലെ എഴുതി കൊടുക്കുക. പിന്നെ കുട്ടീൻ്റെ പേരും ഇനീഷ്യലും എഴുതണം. ഇവിടെ കുട്ടീൻ്റെ വാപ്പാൻ്റെ പേര് എഴുതുക. ഇവിടെ കുട്ടീൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. ഇവിടെ കുട്ടീൻ്റെ 1-ാം ക്ലാസ്സിലേക്ക് കുട്ടി വന്ന ഡേറ്റ്, 1-ാം ക്ലാസ്സിലേക്ക് കുട്ടി ആദ്യമായിട്ട് വന്ന ഡേറ്റ്. പിന്നെ ഇവിടെ ആ കുട്ടി 1-ാം ക്ലാസ്സിൽ എത്ര വർഷം ഇരുന്നുക്കണു എന്നാണ് ചോദ്യം. പിന്നെ ഇനിയിപ്പോൾ അവിടെ 2 ഉണ്ടെങ്കിൽ ഇതേമാതിരി തന്നെയാണ് 2-ാം ക്ലാസ്സിലേക്ക് കുട്ടി വന്ന ഡേറ്റ്, ആ 2-ാം ക്ലാസ്സിൽ എത്ര വർഷം കുട്ടി ഇരുന്നുക്കണു എന്ന്. ഇങ്ങനെ 12 വരെയുള്ള ക്ലാസ്സിൽ എഴുതണം. ഇതിപ്പോൾ വലിയ ക്ലാസ് 7-ാം ക്ലാസ്സിൻ്റെ 8-ാം ക്ലാസ്സിൻ്റെ ഒക്കെയാണ് എഴുതിനിച്ചെങ്കിൽ 8-ാം ക്ലാസ്സിൻ്റെ നമ്മൾ എഴുതിനിച്ചാൽ 7-ാം ക്ലാസ്സിലെ പട്ടിക എടുത്ത് നോക്കിയാൽ മതി, അതിലുണ്ടാവും. പുതുതായിട്ട് ഏതെങ്കിലും കുട്ടികൾ TC മുഖേന മറ്റോ വന്നോ ചേർന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മാത്രമേ ഉള്ളൂ വ്യത്യാസം ഉണ്ടാകുക. മറ്റുള്ളതൊക്കെ പഴയ പട്ടികയിലുണ്ടാവും. ഇത് 1-ാം ക്ലാസ്സിൽ. ഇനി അടുത്ത വർഷം 2-ാം ക്ലാസ്സിലേക്ക് ജയിക്കുകയാണെങ്കിൽ ഈ പട്ടിക നോക്കിക്കണ്ട് 2-ാം ക്ലാസ് മാത്രമേ ഇവിടെ ഉൾപ്പെടുത്തി വരുള്ളൂ. ബാക്കിയൊക്കെ ഇത് കറക്റ്റാക്കാരം. അതിൻ്റെ നേരെ താഴെ ഇതുപോലെ പെൺകുട്ടികളുണ്ട്. പെൺകുട്ടികളുടെ പേര് എഴുതുമ്പോൾ ചുവന്ന മസിയായിട്ടാണ് എഴുതേണ്ടത്. ആദ്യം നമ്പർ പ്രകാരം തർത്തീബായിട്ട് നമ്പർ എഴുതി, പിന്നെ അഡ്മിഷൻ നമ്പർ എഴുതി, UID എഴുതി, കുട്ടിയുടെ പേര് ഇനീഷ്യൽ, കുട്ടിയുടെ വാപ്പാടെ പേര്, ഇതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, 1-ാം ക്ലാസ്സിലേക്ക് കുട്ടി വന്ന ഡേറ്റ്, ആ 1-ാം ക്ലാസ്സിൽ കുട്ടി ഇരുന്ന ഡേറ്റ്. അപ്പോൾ തോറ്റ കുട്ടികളാണ് ഏറ്റവും മുകളിൽ വരിക. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ഇവിടെ ക്ലാസ് ടീച്ചറിൻ്റെ പേര് എഴുതി ഒപ്പിടുക. പിന്നെ സദർ മുഅല്ലിം പേര് എഴുതി ഒപ്പിടുക. പിന്നെ മുഫദ്ദിസ് വന്നാൽ മുഫദ്ദിസിനെ കൊണ്ട് എന്ത് ചെയ്യുക, ഒപ്പിടിയിക്കുക. പിന്നെ അങ്ങോട്ട് മറിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാ പട്ടിക. ഈ പട്ടികയിൽ നമ്മൾ ആദ്യം ഇതുപോലെ എന്ത് ചെയ്യും, പിന്നെ മദ്രസൻ്റെ പേര് എത്ര വെച്ചെങ്കിൽ അതുപോലെ എഴുതും, നമ്പർ എഴുതും, സ്ഥലം എഴുതും, ക്ലാസ് ഏതാച്ചാൽ അത് എഴുതും, ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷൻ എഴുതും, വർഷം ഏതാച്ചാൽ അത് എഴുതും, മാസം ഏതാച്ചാൽ അതും എഴുതും. അതിൻ്റെ ശേഷം ഈ കാണുന്ന ഭാഗത്തൊക്കെ ദിവസങ്ങൾ എഴുതി കൊടുക്കണം. അത് ഞാൻ എഴുതി കൊടുത്തിട്ടില്ല, ഞാൻ ഇപ്പോൾ എഴുതും ഇൻഷാ അല്ലാഹ്. ഇവിടെയൊക്കെ ദിവസങ്ങൾ, ഇപ്പോൾ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. ഇവിടെ വെള്ളിയൊക്കെ ആണെങ്കിൽ ഇവിടെ അങ്ങനെ വരച്ചിട്ട് യോമുൽ ജുമാ എന്ന് എഴുതുക. ഇത് നമ്മളാ പിന്നെ എലക്ഷനോടനുബന്ധിച്ച് കിട്ടിയ ഒരു ലീവാണ്. അതിനവിടെ എന്താണെന്ന് തോന്നിക്കല്ല ഒരു ലീവ്, മറ്റേ നമ്മളെ ശില്പശാലയ്ക്ക് വേണ്ടിയിട്ട് ലീവ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ ആദ്യം കുട്ടികളുടെ തർത്തീബ് പ്രകാരമുള്ള നമ്പർ എഴുതുക. പിന്നെ കുട്ടികളുടെ അഡ്മിഷൻ നമ്പർ എഴുതുക. അതും തോറ്റ കുട്ടിയെക്കാരെ ആദ്യം വരിക. പിന്നെ UID എഴുതുക, കുട്ടീൻ്റെ പേര് ഇനീഷ്യൽ. പിന്നെ ഇതുപോലെ ഹാജരിടുക. ആബ്സെൻ്റ് ആകുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഹൈന് എന്ന് പറയപ്പെടുന്ന ഇതാണ് സാധാരണ ഇട്ട് കൊടുക്കൽ. ഇങ്ങനെ നമ്മൾ ആ മാസം അവസാനം എന്ത് ചെയ്യും, ടോട്ടൽ ഹാജർ എത്ര എന്നുള്ള കൂട്ടും. ഇവിടെ 18, ഈ കുട്ടിക്കും 18, എല്ലാ കുട്ടികൾക്കും 18 ഉണ്ട്. ഈ ഒരു കുട്ടിക്ക് മാത്രം 16 ഉണ്ട്. ഇനി ആ മാസത്തിൻ്റെ അവസാനം നമ്മൾ ഈ ഹാജർ ടോട്ടൽ ഇവിടെ കൂട്ടിയിടും. ഇപ്പോൾ 106 ഈ ഹാജറുകളാണ് കൂട്ടിയിടുന്നത്. 106 ഹരിക്കണം ആകെ പ്രവൃത്തി ദിവസത്തിൽ നിന്ന് 18. 106 ഹരിക്കണം 18. അപ്പോൾ 5.5 വരികയാണെങ്കിലും 6 ഇടും. 5.6, 5.5 5ൻ്റെ മേലക്കൊക്കെ വരികയാണെങ്കിൽ 5.5, 5.5ൻ്റെ മേലക്കൊക്കെ വരികയാണെങ്കിൽ 6 ഇടും. 5.4 ഉള്ളൂ വെച്ചെങ്കിൽ 5 ഇടും. ഇങ്ങനെ ഇത് അതിൻ്റെ തൊട്ടുപുറത്ത് കാണുക കഴിഞ്ഞ മാസത്തെ ഹാജർ. കഴിഞ്ഞ മാസം 4 ദിവസമാണ് മദ്രസ തുറന്നിട്ട്, ആ 4 ദിവസത്തെ ഹാജർ ഇവിടെ ഇടും. അതും ആണെങ്കിൽ ഇതുപോലെ കൂട്ടിയിട്ട് ഇവിടെ എഴുതി വെക്കാം. അത് രണ്ടും പാടെ കൂട്ടിയ ഹാജറാണ് ഈ കാണുന്നത്.
ഏത് കഴിഞ്ഞ മാസത്തതും ഈ മാസത്തതും 22 ഹാജർ ഇവിടെ ടോട്ടൽ. അതും വേണമെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യുക, ഇവിടെ കൂട്ടിയിട്ട് വേണമെങ്കിൽ ഇടാം. പിന്നെ അത് കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ പേര് ഈ പറഞ്ഞതുപോലെ ചുവന്ന മഷിയിലാണ് എഴുതേണ്ടത്. നമ്പർ എഴുതി, അഡ്മിഷൻ നമ്പർ എഴുതി, UAD എഴുതി, ഇതേപോലെ ഹാജറിട്ട് പെൺകുട്ടികളത് വേറെ ഇതുപോലെ എന്ത് ചെയ്യുക, കൂട്ടുക. അവരുടെ ഹാജർ ഹരിക്കണം ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് എത്ര വെച്ചാൽ അതുകൊണ്ട്. ആകെ വർക്കിംഗ് ഡേയ്സ് എത്രയാണോ വരുന്നത് വെച്ചാൽ അതുകൊണ്ടാണ് ഹരിക്കേണ്ടത്. അത് ഇവിടെ ഇവിടെ 122 ഹരിക്കണം 18, 7% എന്നാണ് വരിക. പിന്നെ ഇനി അടിയിലാണ് ഇപ്പോൾ ഒരു ഡൗട്ടുള്ളത്. ഇവിടെ ഓരോ ദിവസം ഹാജരിക്കുന്ന സമയത്ത് എത്ര കുട്ടികളാണ് ആൺകുട്ടികൾ വന്നിരിക്കുന്നത്, പെൺകുട്ടികൾ എത്രയാണ് വന്നിരിക്കുന്നത് വെച്ചെങ്കിൽ ഇവിടെ ടോട്ടൽ എഴുതിയിട്ട് ഇവിടെ 13 ഇടുക. അധ്യാപകന് ഇവിടെ ചുരുക്കം ഒപ്പ് ഇവിടെ ഇടുക, ഒരു ചെറിയ രീതിയിലുള്ള ഒപ്പ് ഇവിടെ ഇടുക. പിന്നെ അതത് തുല്ലാബു അവലു ഷഹരീന്, മാസത്തിൻ്റെ ആദ്യത്തിൽ കുട്ടികളുടെ എണ്ണം എത്രയാണ്. അതായത് 1-ാം തീയതിയാണ് തുടങ്ങുന്നത് വെച്ചാൽ 1-ാം തീയതി മുതൽക്ക് കുട്ടികളുടെ എണ്ണം ഇവിടെ 6 ആൺകുട്ടികളും ഇവിടെ 7 പെൺകുട്ടികളും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതി കൊടുക്കുക, 6 + 7 = 13. പിന്നത്തെ ചോദ്യം, പുതുതായിട്ട് ഏതെങ്കിലും കുട്ടികൾ ക്ലാസ്സിലേക്ക് ചേർന്നിക്കണോ എന്ന്. അപ്പോൾ ഇവിടെ ചേർന്നിട്ടില്ല, അതുകൊണ്ട് ഇല്ലാതെ. ഇനി ആരെങ്കിലും ചേർന്നിട്ടുണ്ടെങ്കിൽ എവിടുന്ന് കിട്ടാൻ ചേർന്നിക്കണിച്ചെങ്കിൽ ആ ചേർന്നിക്കണു. ഒരു കുട്ടി ചേർന്നിക്കണിച്ചാൽ ഇവിടെ 1 എഴുതി കൊടുക്കുക. ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടി എന്നുള്ള ഭാഗത്ത് ഇവിടെ ഫസ്റ്റ് എഴുതുക, രണ്ടാമത് പെൺകുട്ടികളെ പേര് എഴുതുക ചേർന്നിട്ടുണ്ടെങ്കിൽ. മദ്രസയിൽ നിന്ന് വിട്ടുപോയ കുട്ടികളുണ്ടോയെന്ന്, TC മുഖേന അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ വിട്ടുപോയ കുട്ടികളുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടെങ്കിൽ ഇവിടെ ആ കുട്ടികളെ എത്ര വെച്ചാൽ എണ്ണ എഴുതുക, ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു വരട്ടാൽ മതി. പിന്നെ അടുത്ത ചോദ്യം, മാസത്തിൻ്റെ അവസാനം പിന്നെ കുട്ടികളുടെ എണ്ണം എത്രയെന്നാണ്. മാസാവസാനം അത് ഇവിടെ ഈ സെയിം എണ്ണം തന്നെയാണ്, 6 + 7 തന്നെയാണ് 13 വരുന്നത്. ഇനിയിപ്പോൾ അൽ ഹുദൂറുൽ മുഅ്തദിൽ എന്ന് പറഞ്ഞാൽ ശരാശരി ഹാജർ, അതാണ് ഈ പറയപ്പെട്ട സാധനം. ഇവിടെ 6%, ഇവിടെ 7%. അത് ഈ ഹാജർ ഉണ്ടല്ലോ, ഈ ഹാജർ ഇങ്ങനെ കൂട്ടിയിട്ട് കിട്ടണതിന് ഹരിക്കണം 18 എന്ന്. അങ്ങനെ കിട്ടുമ്പോൾ 6% വരിക. ചിലപ്പോൾ അത് 5.5, 5.5ൻ്റെ മേലൊക്കെ ആണെങ്കിൽ 6 ഇടുക. ഇതാണ് പെൺകുട്ടികളുടെ ഈ 7%. അപ്പോൾ ഇവിടെ ഈ അൽ ഹുദൂറുൽ മുഅ്തദിൽ എന്നുള്ളിടത്ത് 6 + 7 = 13. ഇത് കുട്ടികളൊക്കെ ഏറെക്കുറെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു ശതമാനം ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ അൽ മുഅ്തദിൽ ഇജ്മാലീൻ, അങ്ങനെ പറഞ്ഞാൽ കഴിഞ്ഞ മാസം കൂട്ടിയപ്പോൾ കിട്ടിയ ഇതാണ് ഹാജർ ശതമാനമാണ് 6 + 6 = 12. ഈ മാസം 6 + 7 = 13. അപ്പോൾ 6 + 7 = 13, 6 + 6 = 12. ടോട്ടൽ 6 × 6 = 12, 6 × 7 = 13. ടോട്ടൽ എഴുതുമ്പോൾ 12 + 13 = 25. പിന്നെ ഇതിൻ്റെ അടിയിൽ അയ്യാമുദ്ദിറാസ, വർക്കിംഗ് ഡേയ്സ് എത്രയാണ്. ആകെ ഈ മാസം എത്ര വർക്കിംഗ് ഡേയ്സ് ഉണ്ട് മദ്രസ, അതുപോലെ എഴുതുക. കഴിഞ്ഞ മാസം എത്ര ദിവസം ഉണ്ട്, 4 ദിവസം. അങ്ങനെ ടോട്ടൽ 18, 4 = 22. ഇവിടെ പിന്നെ മുഅല്ലിം ഒപ്പിടുക, ഇവിടെ സദർ മുഅല്ലിം ഒപ്പിടുക, ഇവിടെ മുഫദ്ദിസ് വരുമ്പോൾ മുഫദ്ദിസിനെ കൊണ്ട് ഒപ്പിടിക്കുക. ഇത്രയേ ഉള്ളൂ ഈ പട്ടികയിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ നമ്മൾ പട്ടികൻ്റെ ലാസ്റ്റ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ കുട്ടികളുടെ നമ്പർ എഴുതും. ഇവിടെ പരീക്ഷ കഴിഞ്ഞിട്ടില്ലല്ലോ, മദ്രസിൻ്റെ പേര് എഴുതുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്തും, കുട്ടികളുടെ നമ്പർ, അതുപോലെ തന്നെ അഡ്മിഷൻ നമ്പർ, UAD, കുട്ടീൻ്റെ പേരും ഇനീഷ്യലും, ഹാജർ എത്രയുണ്ട്, ടോട്ടൽ ഹാജർ. കാക്കൊല്ല പരീക്ഷയാണെങ്കിൽ ആ കാക്കൊല്ല പരീക്ഷയ്ക്ക് എത്ര ഹാജർ ഉണ്ട് എന്ന് എഴുതും. പിന്നെ ഓരോ വിഷയങ്ങൾ ഇവിടെ എഴുതും. ഫിക്ക്, അഖീദ, താരീഖ്, അതിൻ്റെയൊക്കെ മാർക്ക് ഇവിടെ എഴുതും. ടോട്ടൽ എഴുതും. ഇവിടെ പാസ്സാണെങ്കിൽ P എന്നിടും, ഫൈലാണെങ്കിൽ ഫൈലിൽ നിന്നിടും. പിന്നെ അതുപോലെ അരക്കൊല്ല പരീക്ഷ, കൊല്ല പരീക്ഷ, ഇങ്ങനെയാണ് മാർക്ക് ചേർക്കേണ്ടത്. ഇത്രയാണ് ഈ പട്ടികയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.